ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വളരെ പണ്ടുതൊട്ടേ അമ്മ ഈസ്റ്റ് ചേർക്കാതെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഈസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ അപ്പം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു 4 ഗ്ലാസ് പച്ചരി ഉണ്ട്. സാധാ പച്ചരിയാണ് കേട്ടോ, ഇഡ്ഡലി റൈസ് ഒന്നുമല്ല. ഒരു 6-7 മണിക്കൂർ കുതിർത്തെടുക്കുക. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. വൈകിട്ട് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ആണ് മാവ് അരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് ഇരിപ്പുണ്ട്. ഇത് ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അരി കുതിർക്കുന്നതിൻ്റെ അതേ വെള്ളത്തിൽ തന്നെ ഉഴുന്നും ഇട്ടിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്തു എന്ന് വിചാരിച്ച് ഇതിന് ദോശയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഇത് ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. മാവ് കുറച്ചൊന്ന് നല്ലതായിട്ട് പൊങ്ങി വരാനൊക്കെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ടത് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, 4 ഗ്ലാസ് അരിയും 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഒരുമിച്ച് കുതിർത്ത് എടുത്തതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ. ഓക്കെ, അരി അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിക്കും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, 1 കരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് വരും. കരിക്ക് പക്ഷേ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ 2 ഗ്ലാസ് അല്ലെങ്കിൽ 2 കപ്പ് തേങ്ങ എടുക്കുക. അപ്പം എത്ര അരി എടുക്കുന്നോ അതിൻ്റെ പകുതി അളവിൽ വേണം തേങ്ങ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് കരിക്കായിട്ടോ അല്ലെങ്കിൽ തേങ്ങ മാത്രമായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് തേങ്ങാ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം വേണം. അത് നല്ലതായിട്ട് മാവ് പൊങ്ങി വരാൻ ഫെർമെൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അതിനൊരു കറക്റ്റ് അളവ് നോക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്നത് പോലെ യൂസ് ചെയ്യുക. ബാക്കി നമുക്ക് സാധാ വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. ഓക്കെ, പിന്നെ ഒരു 1.5 ഗ്ലാസ് ചോറ് വേണം. അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് എല്ലാം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കരിക്കൊന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി. ഒരു മിക്സി ജാറിലോട്ട് ഈ എല്ലാ സാധനങ്ങളും ചേർത്ത് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മിക്സി ജാർ കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 പ്രാവശ്യമായിട്ടൊക്കെ ചേർത്ത് അരയ്ക്കാം. അതിനൊരു കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോ പ്രാവശ്യവും എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ചേർക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ പച്ചരി, ചോറ്, കുറച്ച് തേങ്ങ, കുറച്ച് കരിക്ക്, പിന്നെ കുറച്ച് തേങ്ങാ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം. ആദ്യം ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് പിന്നെ കൂടുതൽ വെള്ളം വേണമെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇതൊത്തിരി ലൂസായിട്ടല്ല, കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് അരച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് അരച്ചിരിക്കുന്നത്. അപ്പം ചുടുന്ന സമയത്ത് പാകത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി കൊടുത്താൽ മതി. ആദ്യം അരച്ചു വെക്കുന്നത് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് അരച്ചെടുക്കണം. മാവെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മൾ പല തവണയായിട്ടല്ലേ അരച്ചത്. അപ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാവിൻ്റെ ഒരു പരുവം കണ്ടല്ലോ. ഓക്കെ, ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈകിട്ട് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ എന്തായാലും ഇത് ഫെർമെൻറ്റ് ചെയ്ത് വരണം. എന്നാലേ ഇത് നല്ലതായിട്ട് പൊങ്ങത്തുള്ളൂ. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ലാത്തത് കൊണ്ട്. ഇപ്പം നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് രാത്രി അരച്ചു വെച്ച മാവാണ്. ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ട്. ഇത് രാത്രി തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചൂട് ഉള്ളതുകൊണ്ടാണ്. മാവ് കാണുമ്പോൾ തന്നെ അറിയാലോ, കണ്ടോ, നല്ല കൊമളകളൊക്കെ വന്ന് ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിനകത്തുനിന്ന് ഒരു പകുതി മാവാണ് നമ്മൾ ഇന്ന് അപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആദ്യം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ,
ഇത് ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കണമെന്നാണ് അമ്മ പറയുന്നത്. അതായത് ഒത്തിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളക്കാതെ ഒരേ സൈഡിലേക്ക് മാത്രം ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് ഇന്നത്തേക്ക് ആവശ്യമുള്ള ഇതിനകത്ത് പകുതി മാവ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഈ മാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണും പിന്നെ ഒരു 1-2 നുള്ളു കൂടുതൽ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കലക്കണം. എന്നിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാം. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പാകത്തിനുള്ള ഉപ്പിടണം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്കൊന്നും അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നുമില്ല. അപ്പത്തിന് എത്ര മധുരമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 2.5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി ആവുമ്പോൾ കുറച്ചൊന്ന് മാവ് ലൂസാവും. എന്നിട്ട് വേണം അതിൻ്റെ ഒരു പരുവം നോക്കിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ അരച്ച് വെച്ചത് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലല്ലേ. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് അപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഓക്കെ, ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട. പഞ്ചസാരയും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. കാസ്റ്റ് അയൺ പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ട് വേണം അപ്പം ഉണ്ടാക്കാനേ. അമ്മ നല്ലെണ്ണയാണ് കേട്ടോ പാനിൽ തേക്കുന്നത്. അപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ നല്ല മുരിഞ്ഞ് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് കാസ്റ്റ് അയണിലും കൂടെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ലൊരു മണമാണ്. ഈസ്റ്റ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങാ വെള്ളത്തിൻ്റെയും കരിക്കിൻ്റെയും തേങ്ങയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്രത്യേക മണമൊക്കെയാണ്. വെറുതെ ഒരു കറിയൊന്നും ഇല്ലാണ്ട് ചൂടോടുകൂടി നമുക്ക് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് ഈ അപ്പം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കരിക്കില്ലാന്നുണ്ടെങ്കിൽ തേങ്ങയും തേങ്ങാവെള്ളവും മാത്രം ചേർത്തിട്ടും ഇതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കാം. അമ്മ കൂടുതലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കരിക്കുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഉണ്ടാക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇന്ന് ഈ അപ്പത്തിൻ്റെ കൂടെ ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഞാനിന്ന് വിറകടുപ്പിലാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചു. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പം ഒരു 3-4 സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. സവോള നന്നായിട്ടൊന്ന് വാടി വരുന്നതുവരെ വഴറ്റണം. കുറച്ച് ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. സവോള ഇതുപോലെ നല്ലോണം ഒന്ന് വാടിക്കഴിയുമ്പം ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും 1-2 പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ ഒരു ചുവ മാറുന്നതുവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. അല്ല, ഗ്രേവിക്ക് ആവശ്യത്തിന് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നല്ല മുട്ട റോസ്റ്റ് ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതല്ല കുറച്ച് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിക്ക് കറക്റ്റ് ഒരു അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവൊക്കെ ചേർക്കാം. അതിൻ്റെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു കറിയാണിത്. ഓക്കെ, അപ്പോൾ ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. അതും ഒരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിക്ക് പകരം പെരുംജീരകം പൊടിച്ചതാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ പൊടികളൊക്കെ ആദ്യം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തില്ലേ, ആ സമയത്ത് തന്നെ ചേർത്ത് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ കറി തിളച്ചതിന് ശേഷം ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ,
നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നല്ല പോലെ കറി ഒന്ന് വറ്റി ആവശ്യത്തിന് വറ്റി വരണം. അപ്പോൾ കറി നന്നായിട്ട് പാകത്തിന് വറ്റി വന്നതിന് ശേഷം ഇതിനകത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കഴിയുമ്പോൾ മുട്ടക്കറി റെഡി. ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് നല്ലൊരു റോസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ അപ്പത്തിന് കുറച്ചൊരു കറി വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും കുറച്ചും കൂടി നല്ല കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റുള്ളൊരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ അമ്മയുടെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.